ഹ്യൂമൻ ഇസ് എൻ ഇമോഷണൽ ബീങ്. നമ്മളുടെ ലൈഫിൽ എന്തായാലും ഒരു പോയിന്റിൽ എത്തും വേർ നമ്മൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങോട്ട് പോകുക എന്നറിയാത്ത അവസ്ഥ ഇപ്പം എനിക്കെന്നല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു പോയിന്റ് വന്നിട്ടുണ്ടാകും. മെന്റലി നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് വന്നു കഴിഞ്ഞാൽ പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്താൽ, ഞാനൊരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു ഭ്രാന്തനാകുമോ? എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ അത് കേൾക്കാൻ ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ ഒന്ന് കൂടെ ഇരിക്കാൻ, ഒന്നും പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ ചിലപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എനിക്ക് എന്റെ സാലറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് പ്രയോറിറ്റി എന്നുള്ളത് ഞാനായിട്ട് എന്റെ മനസ്സിൽ വിചാരിച്ചേക്കുന്നതാണ്. നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുക, ഇപ്പം നമ്മൾ മീ ടൈം പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള മൊത്തത്തിലുള്ള ഒരു ഓർഗനൈസേഷനും കൂടെ അവരുടെ എംപ്ലോയീസിന്റെ എന്താ പറയാ മെന്റൽ ഹെൽത്തും അവരുടെ വെൽബീയിങ്ങും അവരും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പൊ കുട്ടികളെ എടുത്തോട്ടെ, നമ്മൾ മുതിർന്നവരായിക്കോട്ടെ, എല്ലാവരുടെ ലൈഫിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മെന്റൽ ഹെൽത്ത്. ഇപ്പൊ നമുക്ക് ഫിസിക്കലി ഒരു പനി വന്നാലും നമ്മൾ ആശുപത്രിയിൽ പോകും. അതേപോലെ തന്നെ ഇപ്പം മെന്റലി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാലും നമ്മൾ അതിനുള്ളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പം ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര സ്റ്റിഗ്മറ്റൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാണ്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ ഒരു സ്റ്റിഗ്മ മാറാനും ഒരു മിസ്കൺസെപ്ഷൻ മാറാനും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം ബെറ്റ്സി പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ പലപ്പോഴും ഒരു പനി വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന പോലെയല്ല, മെൻ്റലി നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് വന്നു കഴിഞ്ഞാൽ പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്താൽ, ഞാനൊരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു ഭ്രാന്തനാകുമോ, അങ്ങനെ ഒരു ടേം എനിക്ക് വീഴുവോ എന്നുള്ളൊരു പേടി ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ പണ്ടത്തെക്കാളും പ്രോഗ്രസീവ് ആയിട്ടുണ്ടെങ്കിൽ പോലും ആ സ്റ്റിഗ്മ സ്റ്റിൽ എക്സിസ്റ്റ്. അപ്പം ഞാൻ ഹെൽപ്പ് ചോദിച്ചു, അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഇമോഷണലി വീക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ബാക്കിയുള്ളവർക്ക് വരുമോ എന്ന് പേടിച്ച് നമ്മൾ പലപ്പോഴും ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടിക്കാറുണ്ട്. കൂടുതലും നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോലും പറയാൻ, നമ്മുടെ ഒരു വിഷമം പറയാൻ നമ്മൾ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വെരി റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതിലൊന്നാണ് റാഗിങ്. ഇപ്പോൾ റാഗിങ്ങിലാണെങ്കിൽ പോലും ഞാനതെൻ്റെ പാരൻസിനോട് പറഞ്ഞു, ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റാഗിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളായത് കൊണ്ടാണോ, അങ്ങനെ ഒരു തോട്ട്സ് ഒക്കെ ചിലപ്പോൾ അവരുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇപ്പോഴും ഒരു സ്റ്റിഗ്മ സ്റ്റിൽ എക്സിസ്റ്റ്. എൻ്റെ സീനിയർ അല്ലെങ്കിൽ എന്നെക്കാളും മുതിർന്നിട്ടുള്ളവർ എന്നെ അങ്ങനെ ബ്രാൻഡ് ചെയ്യുമോ, അങ്ങനെ ഒരു ടേം എനിക്ക് എപ്പോഴും വരുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പലപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്താ പറയുക, പനി വന്നാൽ, ചുമ വന്ന പോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞ് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഐ തിങ്ക് അതിനകത്തുനിന്ന് പുറത്ത് വരാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഹെൽപ്പ് വേണം എന്നുള്ളൊരു പൊസിഷനിൽ എത്തുക. അങ്ങനെ ഒരു ചെറിയൊരു റീച്ച് ഔട്ട് മതി. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെന്റൽ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് പറഞ്ഞ ഉടനെ ഇന്ന് തന്നെ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ ചെന്നിട്ട് ഞാൻ കൺസൾട്ട് ചെയ്യും, അങ്ങനെ ഒരു ഇതിലേക്കല്ല. അതിപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം ഹ്യൂമൻ ഇസ് എൻ ഇമോഷണൽ ബീങ്. നമ്മളുടെ ലൈഫിൽ എന്തായാലും ഒരു പോയിന്റിൽ എത്തും വേർ നമ്മൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങോട്ട് പോകുക എന്നറിയാത്ത അവസ്ഥ ഇപ്പം എനിക്കെന്നല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു പോയിന്റ് വന്നിട്ടുണ്ടാകും. ആ ഒരു പോയിന്റിൽ പക്ഷെ റൈറ്റ് ഹെൽപ്പ് കിട്ടുവാണെങ്കിൽ അത് ആക്ച്വലി നമ്മളെ ആ ഒരു പിറ്റിൽ നിന്ന് പൊക്കി എടുക്കുന്നത് പോലെ ആയിരിക്കും. മനസ്സിലായി? ഇപ്പം നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനോടൊന്ന് ഷെയർ ചെയ്യുക, അതായത് ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് ടൈം, ഐ നീഡ് ഹെൽപ്പ് എന്നൊരു ആക്സെപ്റ്റൻസ് വരുവാണെങ്കിൽ അവരിലൂടെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് പതിയെ ഒരു സപ്പോർട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണുവാണെങ്കിലും അത് ആക്ച്വലി നിങ്ങളുടെ ലൈഫിനെ തന്നെ റീഡയറക്റ്റ് ചെയ്യുന്നത് പോലെയായിരിക്കും. കാരണം ചിലൊരു കുഴിയിൽ ചെന്ന് അവസാനിക്കേണ്ടതിന് പകരം നിങ്ങൾ ആക്ച്വലി ഇപ്പം ഗ്രാജുവലി ബേബി സ്റ്റെപ്സ് വെച്ച് ഒരു നല്ലൊരു പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് വരാൻ ഭയങ്കര ഒരു ഈസി ആയിരിക്കും ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഹെൽപ്പ് സീക്ക് ചെയ്യുകയാണെങ്കിൽ.
നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണെങ്കിലും സാഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ആക്ച്വലി ഒരാൾ വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്താ വെച്ചാൽ കുറെ പേർക്ക് അത് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല. കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് കുറെ ഉണ്ട്, പക്ഷെ എന്നാലും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ പലപ്പോഴും ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറെ നമ്മളായിട്ട് തന്നെ എന്താ പറയാ ഇങ്ങനെ ആലോചിച്ച് വെക്കും, ഓക്കെ ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാൻ ഒരാളോട് പറഞ്ഞ അവരുടെ മെന്റൽ ഹെൽത്തും കൂടി ഞാൻ എന്തിനാ വെറുതെ കൊളാക്കുന്നത് അല്ലേ? അതായത് അവര് ഹാപ്പി ആയിട്ട് പോകുന്നതായിരിക്കും, ഞാൻ എന്റെ പ്രശ്നം പറഞ്ഞ അവരെയും കൂടി വെറുതെ ആ ഒരു ഇതിലേക്ക് കൊണ്ടിരിക്കണ്ടല്ലോ എന്ന് കുറെ പേര് വിചാരിക്കും. പക്ഷെ ആക്ച്വലി അതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ റിലീഫ്, ഇപ്പൊ അത് സോൾവ് ആയെന്ന് വരില്ല, പക്ഷെ ഒരു 50% റിലീഫ് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇമോഷൻസ് ആർ നോട്ട് ടു ബി ബോട്ടിൽഡ് അപ്പ്. ഇപ്പൊ ഒരാളുടെ ഇത്ര ഇമോഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ആക്ച്വലി അറ്റ് പോയിന്റിൽ അത് ഇമോഷൻസ് പുറത്ത് വരും, മനസ്സിലായോ? കാരണം ഇപ്പം സങ്കടം വന്നിട്ട് പിടിച്ചു വെച്ച് ഒരു മുറിയിലിരുന്ന് ആരും കാണാതെ ആ സങ്കടം അങ്ങനെ കിടന്ന് അത് വേറെ കാര്യങ്ങളിലേക്ക് ഒരു സങ്കടം ഒരു ഇനിഷ്യലി ഒരു ചെറിയൊരു അതേപോലെ ഒരു സ്മോൾ ഒരു ഇൻസിഡന്റ് ആയിരിക്കും ഒരു സങ്കടം ആവുന്നത്. ആ സങ്കടമായിരിക്കും ആ ലേറ്ററുള്ള ഒരു ഗ്രഡ്ജ് ആവുന്നത്. സോ റാദർ ദാൻ അതിങ്ങനെ ബോട്ടിൽ അപ്പ് ചെയ്ത് പുറത്തോട്ട് വിടാതെ അങ്ങനെ വെക്കുന്നതിനെക്കാട്ടിലും എക്സ്പ്രസ് ചെയ്യാം. നോട്ട് എവ്രി വൺ ഇസ് എക്സ്പ്രസീവ്, ദാറ്റ് ഐ അഡ്മിറ്റ്. പക്ഷേ അത് ഒരു പോയിന്റിൽ ഇപ്പൊ സങ്കടം വന്ന് കരയാൻ തോന്നുവാണെങ്കിൽ കരയണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സ്റ്റിഗ്മയാണ്, അതായത് ആണുങ്ങൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ആണുങ്ങൾ അവരുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പാടില്ല. അപ്പം അവർ അഥവാ ഇങ്ങനെ ഒന്ന് കരഞ്ഞു പോകുവാണെങ്കിൽ തന്നെ ഉടനെ അവരെ ആൾക്കാർ പറയാൻ തുടങ്ങും, നിനക്ക് ശക്തിയില്ല, നീ ഒരു ചെറിയ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, നീ ഫാമിലി എങ്ങനെ നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ ഓൾസോ ഹ്യൂമൻസ്, അവരും മനുഷ്യരാണ്, അവർക്ക് ഇമോഷൻസ് ഉണ്ട്. ദൈവം എല്ലാവരും ഒരേപോലെ ക്രിയേറ്റ് ചെയ്ത എല്ലാവർക്കും ഇമോഷൻസ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ഒരു മനുഷ്യന്റെ ഒരു അവകാശമാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ. കുട്ടികളാണെങ്കിൽ ബോയ്സ് ആണെങ്കിൽ പറയും ഗുഡ് ബോയ്സ് കരയുവോ, ഗുഡ് ബോയ്സ് എന്തിനാ കരയുന്നത്. ആക്ച്വലി അതാ കൂടുതലും നമ്മളിപ്പോ എപ്പോഴും ശ്രദ്ധിച്ചാലും കാണാം, അത് കൂടുതലും ബോയ്സിനോട് തന്നെയാണ് പറയുന്നത്. ബോയ്സ് ആണെങ്കിൽ കരയില്ല, ഗുഡ് ബോയ്സ് കരയാൻ പാടില്ല. കാരണം അതപ്പം തൊട്ട് നമ്മളെ ചെറുതിലേ തൊട്ട് ആക്ച്വലി അവർക്ക് ആ ഒരു സ്റ്റിഗ്മ ആയിട്ട് തന്നെ കൊടുത്തോണ്ടിരിക്കുക, ബോയ്സ് കരയാൻ പാടില്ല. ചില കുട്ടികളാണെങ്കിലും പറയും ഞാൻ ബോയാ, ഞാൻ കരയില്ല, കരയരുത് നമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചെറുതിലേ തന്നെ നമ്മളത് പറഞ്ഞ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരില്ല. അതേപോലെ തന്നെ എനിക്കിപ്പോ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ യങ് ആയിട്ടുള്ള ഏജ് മുതലേ എന്താണ് മെന്റൽ ഹെൽത്ത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കേണ്ട വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം മുമ്പേ പറഞ്ഞു ബുള്ളിങ്ങിന്റെ കാര്യം, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്, അതെന്നെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ആ പോയിന്റിൽ. അത് നമ്മൾ ഇപ്പം വീട്ടിലാണെങ്കിലും അതിനുള്ളൊരു എൻവയൺമെന്റ്, അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയൺമെന്റ് വീട്ടിൽ തന്നെ ഉണ്ടാവണം. പല കുട്ടികൾക്കും പേടിയുണ്ടാവും, അയ്യോ ഞാൻ വീട്ടിൽ പറഞ്ഞ അമ്മ എന്നോട് എന്താ പറയാ, എന്നെ വഴക്ക് പറയോ, എന്റെ തെറ്റായിട്ട് കാണുമോ എന്നുള്ളൊരു പേടി പലപ്പോഴും കുട്ടികളിൽ കാണാറുണ്ട്. അപ്പൊ അവർക്ക് ഓപ്പൺ അപ്പ് ആകാനും അവർക്ക് അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനും ഉള്ളൊരു സ്പേസും അതിനുള്ളൊരു ഫ്രീഡമും വീട്ടിൽ ഉണ്ടാവേണ്ടതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ മഞ്ജന പറഞ്ഞതിനോട് ഒന്ന് ആഡ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഈ ഒരു ഫീൽഡ്, ഒരു മെന്റൽ ഹെൽത്ത് ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് എന്റെ വീട്ടിൽ അറിയുന്നത് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് മെന്റൽ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടത്. പണ്ട് ഞാൻ പറയുമ്പോഴും വീട്ടുകാരൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എന്റെ അനിയൻ, അവന് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ബോയ്സ് കരയാൻ പാടില്ല, അപ്പം അവന്റെ ഇമോഷൻസ് അവൻ കടിച്ചു പിടിച്ചു വെക്കും. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അവനത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ ഒരു ഫാക്ടറായിട്ട് നിന്ന് അവന് അവയർനെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിനക്ക് വിഷമം വരുവാണെങ്കിൽ നിനക്ക് കരയാം, ഇറ്റ് ഈസ് ഓക്കെ ടു ക്രൈ, ഇറ്റ് ഈസ് ഓക്കെ ദാറ്റ് യു ആർ എ ബോയ്, യു ക്യാൻ ക്രൈ. ആണായതുകൊണ്ട് നിന്റെ ഇമോഷൻ നീ പിടിച്ചു വെക്കേണ്ട, അങ്ങനെയുള്ളതൊരു സൊസൈറ്റൽ സ്റ്റിഗ്മയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അവന്റെ ഇപ്പം സന്തോഷമാണെന്നുണ്ടെങ്കിലും ദേഷ്യമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും അവൻ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ആക്ച്വലി ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള കുറെ മെൻ അല്ലെങ്കിൽ കുറെ ആണുങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവാൻ കാരണം നമ്മുടെ ഒരു ഇത് തന്നെയാണ്. കാരണം അവരുടെ ഇമോഷൻസ് ലെറ്റ് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്താലല്ലേ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്മാർ നമ്മുടെ ചുറ്റും വരത്തുള്ളൂ. ഇപ്പം ഗേൾ ഫ്രണ്ട്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും വീട്ടില് ആൺകുട്ടികളുണ്ടായാലും അവരിപ്പോ പറയും അയ്യോ എന്റെ മോനൊന്നും എന്നോട് പറയത്തില്ല, അവനൊന്നും ഷെയർ ചെയ്യത്തില്ല, അല്ലെ അവന് ഒരു പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അവന് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ നിന്ന് അവന് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം, അവർക്ക് അതിലൂടെ ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കും അങ്ങനെ ആയി വരാൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ പാരന്റ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഒന്ന്
നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും തന്നെ കുട്ടികളെ ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബുള്ളി ചെയ്യുന്നുണ്ട്. നീ ഇങ്ങനെ ഭയങ്കര ഇമോഷണലി വീക്കാ, അല്ലെങ്കിൽ നീ ഭയങ്കര സോഫ്റ്റാ, ഒട്ടും ബോൾഡ് ആവുന്നില്ല. സോ പക്ഷെ അങ്ങനെ ആൾക്ക് ബോൾഡായി നിൽക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആസ് എ ഫ്രണ്ട്സ് അവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതലും ആ ഒരു പ്രഷർ മാത്രമേ ഉള്ളത്. ഓൾറെഡി റെസ്പോൺസിബിലിറ്റീസ് എന്നൊരു എന്താ പറയാ ഒരു ക്രൗൺ പോലെ അവരുടെ തലയിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അടിച്ചമർത്തി വെച്ചേക്കുന്നതല്ലാണ്ട് അവർക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എല്ലായിടത്തും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മിക്ക ഇപ്പൊ നമ്മളിപ്പോ സൂയിസൈഡ് റേറ്റ് ആണുങ്ങളുടെ എല്ലാം എന്തൊരു കൂടുതലാണ്. കാരണം ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു ഹസ്ബൻഡ് കുട്ടികളുള്ള ഒരു ഫാമിലിയിൽ അയാളിപ്പം ഭാര്യയടുത്തും ഒന്നും പറയാൻ പറ്റുന്നില്ല, കുട്ടികളടുത്തും ഒന്നും പറയാൻ പറ്റുന്നില്ല. നാളെ നോക്കുമ്പോൾ അയാൾ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കാം. പക്ഷെ റീസൺ ചോദിക്കുമ്പോൾ എന്തോ ആർക്കും അറിയത്തില്ല. എന്താ അവന് കുറച്ച് കടമുണ്ട്, 2-3 കൊച്ചുങ്ങളുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഇത്ര ആൾക്കാർക്ക് അറിയും. ബട്ട് ദെൻ വാട്ട് ഹി ഈസ് ഗോയിങ് ത്രൂ അത് അതിലാണ് നമ്മുടെ ഈ ഷെയറിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. കാരണം അത്രയും നാളത്തെ വിഷമവും ദേഷ്യവും പറയാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ എല്ലാം ബോട്ടിലപ്പ് ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ആള് വിചാരിക്കും ഓക്കെ ഇനി എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഫിസിക്കൽ പെയിൻ വന്നാൽ നമുക്ക് അതിന് മരുന്ന് കഴിക്കാം. അപ്പൊ അതിപ്പോ സർജറി വേണമെങ്കിൽ സർജറി ചെയ്യാം. മെന്റൽ പെയിൻ എന്ന് പറഞ്ഞാൽ അത് റിലീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതിന് വേണ്ട ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ ഇറ്റ് വുഡ് എൻഡ് അപ്പ് ലൈക്ക് ദിസ്. അതിലൊരു ഡെത്തിലായിരിക്കും എന്തായാലും അത് എൻഡ് അപ്പ് ചെയ്യുന്നത്. ബിക്കോസ് അത് താങ്ങാൻ പറ്റാത്തൊരു കാര്യം. പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടിയില്ല അങ്ങനെ ഒരു എൻഡിലായിരിക്കാം എത്തുക. അപ്പൊ ഈ റീസെന്റ് നടക്കുന്ന സൂയിസൈഡ് ഇഷ്യൂസ് ആണെങ്കിലും ഇപ്പൊ റെലവെന്റ് ഏതൊരു സെൻസിറ്റീവ് ന്യൂസ് എടുത്താലും നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഡെത്തിലാണെങ്കിലും ദർ വിൽ ബി മെനി അതർ ട്രിഗറിങ് ഫാക്ടേഴ്സ്. അതാരും അറിയുന്നില്ല. സപ്രസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. സോ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മെന്റലി ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അറ്റ് ദാറ്റ് പോയിന്റ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനുള്ള എന്താ വേണ്ടത് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. പക്ഷെ ഇതിങ്ങനെ പോകുന്തോറും, അതായത് ടൈം ഇങ്ങനെ പോകുന്തോറും അതിങ്ങനെ ഇരുന്ന് അവിഞ്ഞ് അത് ആകെ ഫുള്ളി, അതായത് ആകെ ഒരു രീതിയിലും ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആണെങ്കിലും കുട്ടികളുള്ളവരാണെങ്കിലും എല്ലാ ഏരിയാസിലും ഇപ്പോൾ ഒരു വർക്ക്, അതായത് ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു വിമൻ ആവട്ടെ മെൻ ആവട്ടെ വർക്ക് ചെയ്യാണ്, എല്ലാ രീതിയിലും അവർക്ക് പ്രഷർ ഉണ്ടാകാം, മെന്റൽ എല്ലാം. പക്ഷെ നമ്മളൊന്നൊരു നമുക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നൊരു റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്. അതെ, ഷെയർ ചെയ്യുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എപ്പോഴും നെഗറ്റീവ് സൈഡിലേക്ക് തന്നെ ആയിരിക്കും. കാരണം അന്നേരം നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് കുറവ് തന്നെയായിരിക്കും. എപ്പോഴും നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും നമ്മൾ ഇൻക്ലൈൻ ആയിട്ട് നിൽക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തെ സ്ട്രെസ്സും ഇപ്പം വളരെയധികം കൂടിക്കൊണ്ട് വരുന്ന സമയമാണ്. അവരുടെ എക്സ്പെക്ടേഷൻസും സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്കൊരു വർക്ക് ലൈഫ് ബാലൻസും ഉണ്ടാവില്ല. അവർ സ്വയം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസും വളരെയധികം കുറവാണ് ഇപ്പം വരുന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിലും കാര്യങ്ങൾക്കും. റീസെന്റ് നമ്മൾ കുറെ കേസസ് കണ്ടു വർക്ക് ലൈഫ് ബാലൻസ് കാരണം സൂയിസൈഡ് ചെയ്തിരിക്കുന്ന കുറെ ആൾക്കാരെ പറ്റിയിട്ട് അല്ലെ. അപ്പോ വർക്ക് പ്ലേസിൽ മെന്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്, കാരണം ആ ബാലൻസിൽ കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ പേഴ്സണൽ ടൈമും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും നമ്മൾ പേഴ്സണൽ ടൈം മറന്നു പോകും. വർക്ക് മാത്രം ലൈഫായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പം മിക്കവരും. നമ്മുടെ ഒരു കൾച്ചർ തന്നെ അങ്ങനെയാണ്. ബേസിക്കലി ഇപ്പം നമ്മുടെ ഒരു കൾച്ചർ എടുത്ത് നോക്കിയാൽ നമുക്കിപ്പം ജോലിയാണെങ്കിൽ മുഴുവൻ ജോലി, വീടാണെങ്കിൽ മുഴുവൻ വീട്. പക്ഷെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ ഇസ് എ പേഴ്സൺ. ഒരു കുട്ടിയായാലും വലുതായാലും എല്ലാവരും ഒരു ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് വേണം. ഇപ്പൊ ജോലി കഴിഞ്ഞാൽ കുറച്ചു നേരം വീട്ടിൽ വന്ന് വീട്ടുകാരോട് സ്പെൻഡ് ചെയ്താലും തനിയെ ഇരുന്ന് കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനും എല്ലാ ദിവസവും നടന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്താനായിട്ട് സെൽഫായിട്ടൊന്ന് റിഫ്ലക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് പോകുന്ന അങ്ങനെ ഒരു ടൈമും സ്പേസും എല്ലാവർക്കും വേണം. ആ ഒരു മീ ടൈം ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ പലപ്പോഴും പലരും മനസ്സിലാക്കാന്നുമില്ല. അത് ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം മോസ്റ്റ്ലി അവര് പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളൊരു കോൺസെപ്റ്റിന് അവര് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു മീ ടൈം
വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾക്ക് സ്വന്തമായിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനാണ്. ഇപ്പം ഒരു ചായയൊക്കെ കുടിച്ച് ചുമ്മാ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് ഒരു 5 minutes മീറ്റ് ടൈം എടുത്താലും അത് വളരെ ലീഷർ എന്ന് പറഞ്ഞ കാര്യം എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ടൈമിലും അവര് ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ ക്വാളിറ്റി ടൈമിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന കാര്യമായിരിക്കണം എന്നില്ല വേറൊരാൾ ചെയ്യണത്. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഒരു 5 minutes എന്റെ വീട്ടിൽ സംസാരിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ അതായിരിക്കണം എന്നില്ല വേറൊരാൾക്ക്. ആക്ച്വലി ആ ഒരു 5 minutes പോലും കിട്ടാത്ത ദിവസങ്ങൾ പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വർക്ക് വരുമ്പോ അതിലെ കുറെ കാര്യങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ വെച്ചേക്കുക. ആ ഒരു ദിവസത്തിനുള്ളിൽ ആ ടൈമിനുള്ളിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യണം. പക്ഷെ ഫാമിലി ആവുമ്പോ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഇല്ലാത്തത്. ഓക്കെ, എനിക്കിപ്പോ ഞാൻ വീട്ടിലമ്മ, ഞാനിപ്പോ ബിസിയാ, ഞാനൊരു ചിലപ്പോൾ ഞാൻ ഇന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ നാളെ വിളിക്കുന്ന തിരക്കില്ലാന്ന് പറഞ്ഞാൽ അതേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ആക്ച്വലി ഞാനത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒരു എന്താ പറയുക കമ്മിറ്റ്മെന്റിന്റെ മാത്രമല്ല, ആക്ച്വലി ഞാൻ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ എന്നോട് ചെയ്യുന്നത് തന്നെ ഒരു തെറ്റ്. കാരണം എനിക്ക് ആ ഒരു ഇത് ആക്ച്വലി ഒരു 5 minutes സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കത് ചെയ്താലും മതി. പക്ഷെ ആ ഒരു ഇമ്പോർട്ടൻസ് ചില സമയത്ത് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാറിപ്പോവാറുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാറാറുണ്ട്. കാരണം എങ്ങനെയാ എന്തിന്റെ ബേസിലാണ് ആ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? കാരണം അവിടെ ഞാനിപ്പോ ചിലപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എനിക്ക് എന്റെ സാലറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വർക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് പ്രയോറിറ്റി എന്നുള്ളത് ഞാനായിട്ട് എന്റെ മനസ്സിൽ വിചാരിച്ചേക്കുന്നതാണ്. പിന്നെ ഈ പ്രയോറിറ്റി നമ്മൾ മാത്രം പ്രയോറിറ്റൈസ് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുക, ഇപ്പം നമ്മൾ മീ ടൈം പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള മൊത്തത്തിലുള്ള ഒരു ഓർഗനൈസിനും കൂടെ അവരുടെ എംപ്ലോയീസിന്റെ എന്താ പറയാ മെന്റൽ ഹെൽത്തും അവരുടെ വെൽബീയിങ്ങും അവരും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ചെയ്യാവുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു വർക്ക് ലോഡ് തന്നിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നതും അതും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ അത് കേൾക്കാൻ ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ ഒന്ന് കൂടെ ഇരിക്കാൻ, ഒന്നും പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ലിയാമാൻ പറഞ്ഞ പോലെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. എനിക്കത് ഫീൽ ചെയ്തു. ഫ്രം ഏത് കുട്ടികളാണ്, ഫ്രം കുട്ടികളായിക്കോട്ടെ, അത് പേരൻസ് ആയിക്കോട്ടെ, ഗ്രാൻഡ് പാരൻസ് വർക്കിലായിക്കോട്ടെ, ഏതൊരു ഫീൽഡിലേക്ക് പോയാലും ഒന്ന് കൂടെ ഇരിക്കാനും കേൾക്കാനും നമുക്കൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്യും. നമുക്ക് തന്നെ നമുക്ക് ആരും ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ട്, നമ്മളെ കേൾക്കാൻ ആരും ഉണ്ട്, റിലാക്സ് ആവാം, ഒന്ന് റിലീഫ് ആവാം. നമ്മുടെ ആ ബേൺ ഔട്ട് ഒന്ന് നമുക്കത് മാറ്റാൻ ആയിട്ട് സഹായിക്കുന്ന ഫീൽ. ഇതിനോടൊന്ന് ആഡ് ഓൺ ചെയ്യാം. അപ്പം ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഒന്ന് വന്നിരുന്ന് സംസാരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് ആക്ച്വലി അങ്ങനെ സംസാരിക്കണം ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൂടെ ഇരിക്കുക, എന്നിട്ട് ഇരുന്നിട്ട് ഒന്ന് ചിലപ്പോൾ അടുത്തിരുന്ന് കരയാനായിരിക്കും. പല ആൾക്കാരും എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവരും ഡിഫറെന്റ് ആണ്. എല്ലാവരുടെയും എക്സ്പ്രസ് ചെയ്യുന്ന രീതികളും അവര് ഇടപെടുന്ന രീതികളും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് വിഷമം വന്നു കഴിയുമ്പം ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരും അടുത്ത് വന്ന് മിണ്ടുന്ന ഇഷ്ടമല്ല. കാരണം ആ സമയത്ത് അവളുടെ അടുത്ത് ചെന്ന് മിണ്ടുമ്പോൾ അവൾ വിചാരിക്കുന്ന എന്നോട് പിറ്റി കാണിക്കുക അങ്ങനെ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് ആളൊന്ന് ഇച്ചിരി ഒന്ന് കാം ഡൗൺ ആകുമ്പോൾ ആളുടെ അടുത്ത് ചെന്നിരുന്ന ആളൊന്ന് വേണമെങ്കിൽ ഒന്ന് അപ്പൊ തന്നെ ലെറ്റ് ഔട്ട് ചെയ്ത് ആളൊന്ന് കാം ഡൗൺ ആവും. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ടാണ്, ഇപ്പൊ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഫ്രണ്ടിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ അവരുടെ നീഡ് എന്തുവാന്ന് മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ലിസ്ണിംഗ് ഇയേഴ്സ് ആണോ വേണ്ടത്, അതോ അടുത്തൊന്ന് ഇരിക്കാനുള്ള ഒരു ബഡിയാണോ വേണ്ടത്? അപ്പൊ അതെന്തുവാന്ന് അനലൈസ് ചെയ്ത് അതേപോലെ നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്ത്, അപ്പം അവര് ഇമോഷണലി ഓവർവെൽമിങ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. ആ ഒരു സമയത്ത് നമ്മളും ഇമോഷണലി ഭയങ്കരമായിട്ട് പറഞ്ഞ് എന്തോ പ്രശ്നം അങ്ങനെ പറഞ്ഞ് പക്ഷെ അവരുടെ അടുത്തൊന്ന് ചെന്നിരിക്കുക. അവരെപ്പോഴാണോ കംഫർട്ട് എന്ന് പറഞ്ഞ ഒരു കംഫർട്ട് സ്പേസ്, ആർക്കായാലും നമ്മളൊരു കംഫർട്ട് സ്പേസ് അല്ലെങ്കിൽ ഒരു സോൺ കൊടുക്കാതെ അവരെ ഇൻക്ലൂഡ് ചെയ്ത് അവരെ നമ്മൾ ചൊറിഞ്ഞ് അവരുടെ വായിരിക്കുന്ന അങ്ങനെ ഒരു ഇതിനകത്തേക്ക് വരാതെ അങ്ങനെ ഒരു സ്പേസ് മാക്സിമം നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുക. നമ്മൾ അത് തന്നെ ആക്ച്വലി ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾക്ക് ഒരു റെസൊല്യൂഷൻ ആകും. കാരണം ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു കംഫർട്ട് സോൺ ആണെങ്കിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ടൈമിലൂടെ പോകുമ്പോൾ അവരുടെ ഗോ ടു പേഴ്സൺ നമ്മളായിരിക്കും. ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ ഒരു കംഫർട്ട് സോൺ, അപ്പൊ എനിക്ക് അങ്ങനെ ഓടിപ്പോകാം മനസ്സിലാവും. അപ്പം അവരിൽ നിന്ന് അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നല്ലതായിരിക്കും. അവർ കാമായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ അതനുസരിച്ച് നമുക്കൊന്ന് മുന്നോട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഗൈഡ് ചെയ്യാനും ഹെൽപ്പായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെങ്ങനെയാ മുന്നോട്ട്. ആക്ച്വലി ഒരു ബാരിയർ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലൊരു
എന്തോ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ഇപ്പൊ എന്റെ ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും, പക്ഷെ അതും ഞാൻ എത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ 2 വട്ടം ആലോചിക്കും. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല ക്ലോസ് ആയിട്ടുള്ള ആളായിരിക്കും, എന്നെ കുറിച്ച് എല്ലാം അറിയുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രം ചിലപ്പോൾ എന്നെ ജഡ്ജ് ചെയ്ത് ത്രൂ ഔട്ട് ഉള്ള ലൈഫ് അതിന്റെ ബേസിലായിരിക്കും ഇവർ എന്നെ കാണാം. അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ, ഫ്രണ്ട്സ് മാത്രമല്ല ഫാമിലി ആണെങ്കിൽ ആ ജഡ്ജ്മെന്റിനെ ഫിയർ ചെയ്യുന്നോണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഹൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരു വലിയൊരു പ്രശ്നമാണ്. അത് നമ്മളിപ്പോ ഒരു കുഞ്ഞു കാര്യമായിരിക്കും, കയ്യിൽ നിന്ന് ഒരു പെൻസിൽ കളഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു കൊച്ചിന്റെ കാര്യം ആയിരിക്കണമെങ്കിൽ ആലോചിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയിൽ നിന്ന് അടിച്ച് പൊട്ടിക്കും. അങ്ങനെ ഇപ്പം ആ ഒരു കുഞ്ഞു പ്രായത്തിൽ നിന്നേ നമ്മുടെ ആ ഒരു ഓവർ തിങ്കിങ് കാര്യം, ആ ഒരു ഓവർ ഇമാജിനേഷൻ, ഫാമിലി എങ്ങനെ നിൽക്കുന്നു ഒരു പെൻസിൽ പോയതിന് നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു പാരന്റ് ആണെങ്കിൽ കുട്ടി ഒബ്വിയസ്ലി ഇപ്പൊ ഈ ബുള്ളിങ്ങിക്കൊക്കെ എത്തുമ്പോ കുട്ടികൾ ഹൈഡ് ചെയ്തിരിക്കുന്നതിന് മെയിൻ ഒരു ഫാക്ടർ അതുകൊണ്ടാണ്. കാരണം ഒരു പെൻസിൽ പോയാൽ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ അവരെങ്ങനെ അതെ, അവർക്ക് പേടിയായിരിക്കും, അവരുടെ മനസ്സിൽ ഒരു പേടിയായിരിക്കും. അയ്യോ ഞാൻ എന്ത് ചെയ്യും, അയ്യോ എന്നെ ഇപ്പം തറയിൽ വീണ കുട്ടികളെ എടുത്തിട്ട് അടിക്കുന്ന പേരൻസ് നോക്കി അടക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളത് എത്ര കുട്ടികളുണ്ട്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരൊരു ട്രോമയിലാണ്. അപ്പൊ ആ ട്രോമയിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു അടി കൊടുത്തിട്ട് ഒരു കാര്യം, അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുക, കുഴപ്പമില്ല, അഫർമേഷൻ കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് സേഫ് സ്പേസ് ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അവര് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഇല്ല ഞാനുണ്ട് നിനക്ക് എന്ന ആ ഒരു കംഫർട്ട് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ. ഇപ്പൊ കുട്ടി കരയാണ്, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നീ കരയുന്നത്, നിനക്ക് എന്താ വേണ്ടത്, ഇറ്റ്സ് ഓക്കെ. ആ ഒരു പാമ്പറിങ് ഓവർ അല്ല, എന്നാലും ഒരു മിനിമൽ രീതിയിൽ ആക്ച്വലി കുട്ടികൾ എന്തായാലും നമ്മുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുള്ളൂ. ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും. സോ ആ വലിയ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന വലിയ ഇഷ്യൂസ് നമുക്ക് ആക്ച്വലി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പാരന്റിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അവർക്ക് എങ്ങനെ ഇപ്പൊ എല്ലാവരും ഒരേപോലെ അല്ല, ഇമോഷണലി എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പൊ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർക്ക് കുറച്ചൊരു പ്രയോറിറ്റി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പിന്നാലെ നടത്തി പറഞ്ഞ പോലെ ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാൽ അവർ ഇമോഷണലി വീക്ക് ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടെന്ന് ആളൊന്ന് സൈലന്റ് ആയി, അപ്പൊ മനസ്സിലാക്കാം എന്ത് പറഞ്ഞാൽ എന്തെങ്കിലും ആൾക്കൊന്ന് ബാഡ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് ടോപ്പിക് ഡൈവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും സംസാരിക്കാം. കുറച്ച് ടൈം അവർക്ക് കൊടുക്കുന്നത് ഇമ്പോർട്ടന്റ്. അവരും ഒന്ന് പ്രോസസ് ചെയ്യണല്ലോ, പ്രോസസ് ചെയ്ത് കാര്യങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു 5 മിനിറ്റ്സ് എങ്കിൽ 5 മിനിറ്റ്സ് നമ്മൾ വെറുതെ ഇരിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആക്ച്വലി നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ കംഫർട്ട് സോണിനെ കുറിച്ച് സംസാരിച്ചില്ലേ, പക്ഷെ എത്ര പേര് ഒരു അടുത്തറിയുന്ന ഒരാളോട് സംസാരിക്കണമെന്ന് നമുക്ക് എപ്പോഴും വാശി പിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് വന്നിട്ട് സീക്ക് ചെയ്യുന്നത് നോർമലൈസ് ചെയ്യേണ്ട ഒരു കാലഘട്ടം. ഇപ്പോൾ ഇൻ പേഴ്സൺ വരാൻ പറ്റിയില്ലെങ്കിലും ടെക്നോളജി അത്രത്തോളം വളർന്നിട്ടുള്ളൊരു കാര്യം. എന്തോരം ഓൺലൈൻ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്, ത്രൂ ചാറ്റ് പോലും. അതായത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എഴുതി വരെ നമുക്ക് ആൻസേഴ്സ് കിട്ടാവുന്ന ഒരു കാലമാണ്. എപ്പോഴും നമ്മൾ ഇപ്പോഴും ബാക്കിലേക്ക് നിൽക്കുക, നമ്മൾക്ക് ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഞാനൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തുറന്ന് പറയും. നമ്മൾ പലരും വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഡിസ്കഷനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, പേഴ്സണൽ ടൈം അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ. നമ്മൾ ഒരു 3 to 8 റൂൾ നമ്മൾ പലരും പ്രയോറിറ്റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് വിടുന്ന ഒരു കുഞ്ഞു കാര്യമാണ്. പക്ഷേ ഇതൊരു വലിയ കുഞ്ഞു കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് പേഴ്സണൽ ടൈം, റെസ്റ്റ് ടൈം, വർക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ്. കുറച്ചധികം വർക്ക് ചെയ്ത് നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലരും നോക്കുക. പക്ഷേ ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട റെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പേഴ്സണൽ ടൈം നമ്മൾ പലരും അവോയ്ഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഫോളോ ദിസ് റൂൾ. അല്ലെങ്കിൽ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ, റെസ്റ്റും നമ്മുടെ പേഴ്സണൽ ടൈമും വർക്ക് പോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല മെൻ്റൽ ഹെൽത്ത്. അതുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.